മന്ദാരവല്ലി സിന്ദൂരമല്ലി എന്നെയൊന്നു നോക്കാത്തതെന്തേ നീ എന്നോട് മിണ്ടാത്തതെന്തേ സഞ്ചാരയല്ലേ പഞ്ചരയതല്ലേ നിന്നെ എന്നെ കണ്ടതിൽ പിന്നെ സാധനം വന്നു ഡേക്ക് വാടേ. അണ്ണൻ പറഞ്ഞത് ഞാൻ തിരുപ്പുണ്ട് കേട്ടോ. നിശ്ചയമായിട്ട് സാധനമൊന്നുമില്ല അണ്ണാ. ഞാൻ പറയാൻ മറന്നുപോയി. ദൂണ്ടേ നിങ്ങൾക്കുള്ള സാധനം ദോ വെച്ചേക്കും. അല്ലണ്ണ തിന്നാനുള്ളല്ലേ, ഐറ്റം ഒന്നും ഇല്ലയൊന്നും. ഐറ്റം ഇപ്പം നമ്മുടെ സാവോണന്റെ മോനല്ലോടാ. ആന്നണ നീ സാവോണന്റെ മോൻ തന്നടാ. കൊള്ളാം. ഡേയ് നമുക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അവന്മാർ അടിച്ചോണ്ടിരുന്നത് തപ്പിക്കൊണ്ട് വന്നതാ. ഇനി ഇവിടെ കിടന്ന് വേളം വയ്ക്കരുത്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ എന്തോ എനിക്കുള്ളില്ലല്ലോ ഇവിടെ. അണ്ണോ നോക്കണ ഇത് ഭയങ്കര ചൂടല്ലയോ? ശരിയായോ? സൂപ്പർ ആയിരിക്കും. ഞാൻ വെച്ചേ ഞാൻ ആരാ മോൻ? മോൻ കുമാരന്റെ കുമാരന്റെ മോൻ തന്നെ. ഹലോ ഹലോ മനീഷേട്ടാ. എന്തോ മനീഷേട്ടൻ ഇത് എവിടെയാ? ഞാൻ വീട്ടിലാ. കള്ളം പറയരുതേ. എന്നാ കളിക്കുന്നിടത്താ. നീ ഇപ്പൊ എന്താ അങ്ങോട്ട് മാത്രമേ വരാത്തെ? ഇവരൊക്കെ ഇപ്പൊ ഉണ്ടാ, ഞങ്ങളൊക്കെ നേരത്തെ ഉള്ളവരാ. അപ്പൊ നേരത്തെ 1 മണിക്കൂർ നീ തുള്ളിയത് ആരോടാ? ഓ അയാൾക്ക് ഇപ്പോഴേ പെണ്ണുമ്പിള്ള പേടിയാണ്. ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഇവനെ വിട്ടു. ഞാൻ വിളിക്കാം. വെക്കല്ലേ മനീഷേട്ടാ? ഇപ്പൊ വിളിക്കാം. വെക്കല്ലേ, ഇവിടെ ആരും ഇല്ല. സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നേക്ക് 1/2 മണിക്കൂർ അല്ല 5 മിനിറ്റ്. നിന്റെ ഡാഡി മമ്മി എവിടെ പോയി? അവരൊക്കെ ഇപ്പൊ ഓഡിറ്റോറിയത്തിലാ. ഇപ്പൊ നിന്റെ ചേച്ചിയോ? ചേച്ചിയും പോയേക്കുവാ. ഉണ്ണിച്ചേട്ടൻ ഇന്ന് നൈറ്റ് വരും. എന്താ മിണ്ടാത്തെ? മിണ്ടുന്നുണ്ടല്ലോ. പിന്നെ മനീഷേട്ടൻ വിചാരിച്ചോ നമ്മുടെ കല്യാണം ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന്? അതിന് പെട്ടെന്നൊന്നും അല്ലല്ലോ. 3-4 വർഷം കഴിഞ്ഞല്ലേ നടക്കുന്നത്. അതല്ല, അച്ഛൻ പറഞ്ഞത് 1 വർഷം കഴിഞ്ഞിട്ട് നടത്താന്നല്ലേ. നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുള്ള കാണത്തുള്ളൂ കല്യാണം. എന്തോ സൗണ്ട് കേട്ടെ? ചെവി പോയല്ലോ. അത് ഇവിടെ വണ്ടിയുടെ. നീ പറ. എന്നാ ഇത് പറ, നമ്മള് ആദ്യം കണ്ടത് എന്നാന്ന് ഓർമ്മയുണ്ടോ? എന്തുവാ ശബ്ദം കേട്ടെ? അത് അയ്യത്തുമല്ല, തേങ്ങ വീണായിരിക്കും. ഇത്രയും വലിയ തേങ്ങയോ? എന്നാ വല്ല ചക്ക വല്ലോ ആയിരിക്കും. അവര് വന്നെന്ന് തോന്നുന്നു. വന്നു കാണും. നീ പെട്ടെന്ന് പോയി തുറന്നിട്ട് വെക്കാൻ അങ്ങ് ധൃതിയായി. അവര് വെറുതെ കൊതുകടി വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അയ്യോ മനീഷേട്ടാ, മനീഷേട്ടൻ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പൊക്കോളാം. നിന്നെ ഒന്ന് കണ്ടേച്ച് പൊക്കോളാം. അവരെങ്ങാനും വന്നാ തീർന്നു. പോ മനീഷേട്ടാ. നമ്മള് കല്യാണം കഴിക്കാൻ പോവല്ലയോ? ഒന്ന് പോ മനീഷേട്ടാ. പിന്നെ നീ പറഞ്ഞില്ലായിരുന്നോ? അച്ഛൻ വിളിക്കുന്നു. അവര് വന്നെന്നാ തോന്നുന്നേ. ഇനി ഞാൻ എന്തോ ചെയ്യും? എന്താ അച്ഛാ? നിങ്ങൾ ഇന്ന് ഓഡിറ്റോറിയത്തിൽ കിടക്കുവാന്നോ? പെട്ടെന്ന് വരണേ. ശരി. അപ്പോഴേ എന്തായിരുന്നു പറഞ്ഞേ? ഇങ്ങോട്ട് തള്ളടി. തള്ളല്ലോ. ആ വണ്ടി ഒന്ന് ശരിയാക്കി തരണേ. ഷോറൂമിന്റെ മുതലാളി എന്നപ്പോഴേ വിചാരം.
ഇതിലൂടെ നീ പറഞ്ഞ 10-25 സ്പാനർ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടാ ഇവിടെ തപ്പുന്നേ. ഇതാ പൈസ, വണ്ടി ശരിയാക്കിയന്റെ വണ്ടിയുടെ പൈസ. ഞാനല്ല, ഇവനാ. ശമ്പുടാ അല്ല, ശംഭൂസ്. കണ്ണാടി ഇട്ട കൊച്ചെന്നെ തന്നെ നോക്കാം. അതെങ്ങനെ ശരിയാവും? ഗ്ലാമറിന്റെ കാര്യത്തിലാണ് അണ്ണന് തെറ്റി. ആ 2 പേര് എന്നെ തന്നെ വളയ്ക്കാൻ നോക്കി. കാർക്കൂന്തൽ മാടിയോതുക്കുന്നെൻ ചിരുത പെണ്ണ് മറിവില്ലഴകോലും പുരികങ്ങൾ പിടഞ്ഞാടി കണ്ണിലെ വേണ്ട, കുഴപ്പമില്ല. ഹലോ, വണ്ടി കേടായി, ഞാൻ വഴിയില്ല. സാറ് കേറിയോ? ശരി ശരി, ഞാൻ ഇപ്പൊ വരാം. അതെ, എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടാക്കൂ. മണികൾ തം താളമിട്ടു കണ്ണ് കൊണ്ട് കനവെറിഞ്ഞവൾ കാരിരുമ്പിൻ കരളലിഞ്ഞൻ മാനത്തെ മേഘങ്ങളോ പാടത്തെ താമരയോ മാടത്തെ പ്രാവുകളോ മാൻകണ്ണിൽ മിന്നുവത് സ്വർണ്ണമീനോ സുന്ദരിപ്പൂവോ സ്വപ്നത്തിൻ താളുകളോ. താങ്ക്സ് പറഞ്ഞില്ലേലും വേണ്ടില്ല. ദൈവങ്ങളെ, നമ്പരെങ്കിലും തന്നിട്ട് പോയാ. എന്ത് മര്യാദയില്ലാത്ത കൊച്ചാടി നീ. ഒരു താങ്ക്സ് പോട്ടെ, ഒന്ന് തിരിഞ്ഞു പോലും. അയ്യോ, പിന്നെ 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 നീ വന്നു. ഓ വേണേ വിശ്വസിച്ചാ മതി, ഞാൻ വന്നായിരുന്നു. ഒരു പയ്യൻ കൊണ്ട് തന്നേച്ച് പോയതാ. വണ്ടി എവിടാ? ദോണ്ട് അവിടെ. വല്ലപ്പോഴും പെട്രോൾ ഓടിക്കാൻ കേട്ടു. എന്താ സംഭവം? അല്ല, ഏതാടിയാ പയ്യൻ? എന്തുവാ? ഹലോ ഹലോ, ശംഭൂസ് ഓട്ടോമൊബൈൽ ഗാരേജ്, ശംഭു സ്പീക്കിംഗ്. ഹലോ ഹലോ ഹലോ, ആരേത്? എന്താ? ഇവിടെ പറഞ്ഞതാ. എന്നെ കോളേജിൽ കൊണ്ടാക്കിയില്ലായിരുന്നോ? ഇയാളായിരുന്നോ? പറഞ്ഞോ. ശരിക്കും എനിക്കൊരു താങ്ക്സ് പറയാൻ പോലും പറ്റിയില്ല. ഓ, താങ്ക്സ് പറയാനായിരുന്നോ? എന്നാ പറഞ്ഞോ, കേക്കട്ടെ.
താങ്ക് യു. പിന്നെ പെട്രോൾ അടിച്ചായിരുന്നോ? പെട്രോൾ അടിച്ചു. അവിടെ തുടങ്ങിയതല്ലയോ? പിന്നെ കാണലായി, കറങ്ങലായി, കല്യാണമായി, ആയില്ല ആവാറായി. മാനത്തെ മേഘങ്ങളോ പാടത്തെ താമരയോ മാടത്തെ പ്രാവുകളോ മാൻകണ്ണിൽ മിന്നുവത് സ്വർണ്ണമീനോ സുന്ദരിപ്പൂവോ സ്വപ്നത്തിൻ താളുകളോ ആദ്യമായി കണ്ടതോ അമ്പുകൾ കൊണ്ടതോ എന്തുവാ? ആരാ? മിണ്ടാതിരിക്കേ. ആരാ? ആരുമില്ല. ആദ്യമായി കണ്ടതോ അമ്പുകൾ കൊണ്ടതോ ചങ്കില് താളം ചമ്പടമേളം മുത്തുക്കുടയുമായത്തണ് പൂരം മൗനമായി നിന്ന നിൻ പൂവിതൾ ചുണ്ടുകൾ പുഞ്ചിരി തൂകുമ്പോൾ പഞ്ചമി പെയ്യണ് നെഞ്ചിനൊരോരത്ത് നിന്നിഴൽ ചന്തം നീലാനെയ്തരാവിൽ വിരുന്നെത്തുമീറൻ മഴച്ചാറ്റൽ പോലെ മടിച്ചെത്തി നീയും ആയിരം കൈകളാൽ നിന്നെ ഞാൻ പുൽകവേ മാറിലൊഴുകിയ തേൻകണം എൻ ചുണ്ടിലലിയുകയാ മാനത്തെ